ഹലോ വെൽക്കം ടു സാറാഷ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയായി മഴയത്ത് എങ്ങോട്ടാണെന്നല്ലേ. ഇന്ന് പാലക്കാട് ടോപ്പൻ ടൗണിൽ വെച്ചിട്ട് രഞ്ജിമാർ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സെമിനാർ ഉണ്ട് കേട്ടോ. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ ഇതുവരെ ഒരു സെമിനാർസും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെമിനാർ കേട്ടോ. അപ്പം ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയതായിരുന്നു. ഇസ ഹെർബ്സ് ആയിരുന്നു കേട്ടോ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ എൻട്രി പാസും ഒരു ബുക്ക്ലെറ്റും ഒരു പെന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ മാം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാം വെൽക്കമിങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. മീൻസ് ആ ഒരു റോയൽ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉദ്ഘാടനം, തിരികൊളുത്തുന്ന ചടങ്ങും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം മൊത്തം 2 ലുക്കായിരുന്നു നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ആക്ച്വലി 3 ലുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഫസ്റ്റ് ലുക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഓഡിയൻസ് ആയിട്ട് ഇരുന്ന ആൾക്കാരിൽ നിന്ന് ഏറ്റവും ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്കിന്നിനെ മാം സെലക്ട് ചെയ്ത് സ്പോട്ടിൽ മേക്കപ്പ് ചെയ്ത് കാണിച്ചു തരും. അത്രയും ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളുടെ ഫേസിൽ എങ്ങനെയാണ് ഒരു മേക്കപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആ ലുക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വയറ് കത്തിക്കഴിഞ്ഞു. അപ്പം ലഞ്ച് ഹവേഴ്സ് ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കുറേ എന്തൊക്കെയോ ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് സെറ്റപ്പായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലുക്കിലേക്ക് പോയി. ഇത് ടെക്സ്റ്റേർഡ് സ്കിന്നിൽ എങ്ങനെയാണ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്യുക എന്നായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് അവിടെ നിന്ന് അവർ സെറ്റ് ചെയ്ത, അതായത് ഇസ ഹെർബ്സ് സെറ്റ് ചെയ്ത ഒരു മോഡലായിരുന്നു. ഡ്രസ്സും കോസ്റ്റ്യൂംസും എല്ലാം അവർ തന്നെയായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ടെക്സ്റ്റേർഡ് സ്കിന്നിൽ എങ്ങനെയാണോ ഗ്ലാസ് സ്കിന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഹൈലൈറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്ന ഒരു ലുക്കായിരുന്നു കേട്ടോ. നല്ല ഹെയർ സ്റ്റൈലാണെങ്കിലും കയ്യിൽ വയ്ക്കുന്ന ബാഗൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ നോട്ടം മൊത്തം ആ ബാഗിലേക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരു റാമ്പായിരുന്നു ഈ കാണുന്നത്. അപ്പോഴേക്കും മാം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ച് അവേഴ്സ് കഴിഞ്ഞതും തന്നെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ലുക്കായിരുന്നു. ഈ 3 ലുക്കിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് തേർഡ് ലുക്കാണ് കേട്ടോ. ഓരോ മേക്കപ്പ് കഴിയുമ്പോഴും മാം അവരെ കൂട്ടിയിട്ട് താഴെ ഓഡിയൻസിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടച്ച് ചെയ്ത് നോക്കാം, ഫോട്ടോ എടുത്ത് നോക്കാം, അടുത്ത് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ മോഡലിനെ വിട്ടു തരുമായിരുന്നു. ഇതാണ് തേർഡ് ലുക്ക്. ഈ മോഡൽ രഞ്ജു മാം കൊണ്ടുവന്ന കേട്ടോ. മീൻസ് മാമിൻ്റെ കൂടെ തന്നെ വന്നൊരു മോഡലായിരുന്നു. ഇത് ഭയങ്കര ക്ലിയർ സ്കിന്നിൽ എങ്ങനെയാണ് ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഗ്ലാസ് സ്കിൻ ഉണ്ടല്ലോ, ക്ലിയർ സ്കിന്നിൽ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലുക്ക്. ആ മോഡലാണെങ്കിലും അവരുടെ ഔട്ട്ഫിറ്റ് ആണെങ്കിലും ഒരു ഡിഫറെൻറ്റ് കളർ പാറ്റേണും അതുപോലെ തന്നെ ലുക്കും ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡ്യൂയി ഗ്ലോയി ലുക്കാണ് കേട്ടോ. എനിക്ക് കളറാണ് എസ്പെഷ്യലി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് ഈ സെമിനാറിന് പോയപ്പോൾ തന്നെ ഞാൻ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളുടെ വീടിൻ്റെ കുറച്ച് പരിസരത്തുള്ള ആൾക്കാരും അതല്ലാതെ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരല്ല. അന്ന് നല്ല ഹെവി റെയിനായിട്ട് പോലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സിന്. അപ്പം അവിടുന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട കുട്ടിയാണ് കേട്ടോ ഇവള്. അപ്പം അവളായിട്ട് ഫോട്ടോ എടുത്തു. ഇത് സുധിമമ്മിയാണ്. സുധിമമ്മിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് അവിടെ നിന്ന് പരിചയപ്പെട്ട 2 ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഒരു 6 മണിയായ സമയത്ത്